പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഇവിടെ തുടങ്ങുകയാണ്. കാരണം നമുക്കറിയാം, ഓരോ ജില്ലകളിലും ബഡ്സ് സ്കൂളുകളുണ്ട്. അതായത് ജന്മനാ വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന സ്കൂളുകൾ. ഇങ്ങനത്തെ സ്കൂളുകളിൽ ടീച്ചേഴ്സുകൾ നമുക്കറിയാം, അവരെല്ലാം വളരെ സാധാരണ ഒരു കുട്ടികളെ പഠിപ്പിക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് ഒരു ബുദ്ധി കുറഞ്ഞ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറവുള്ള ആളുകളെ പഠിപ്പിക്കാനുള്ള ഇത് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നേരിട്ട് അടുത്തറിയുന്നതും ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ പോകാറുള്ളതുമായ ഒരു സ്കൂളിൽ ഞങ്ങളൊരു പ്രോഗ്രാം വെച്ചിരുന്നു. ഈ പ്രോഗ്രാം വെച്ചത് കൽപ്പറ്റയിലെ മുണ്ടേരിക്കടുത്തുള്ള ബഡ്സ് സ്കൂൾ വെച്ചാണ്. ആ സ്കൂളിൽ വെച്ച് ഞങ്ങൾ നടത്തിയ പ്രോഗ്രാമിൻ്റെ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അപ്പം ആ വീഡിയോ എല്ലാവരും ഒന്ന് കാണുക. അതിനൽപ്പം പറയാൻ അതോടെ ആരാലും വാഴ്ത്തുന്ന മുത്ത് റസൂലിന്റെ ആ പുണ്യ സ്നേഹത്തിൽ ആഴം നാറിയണം. പലരുണ്ട് പറയാൻ തീരാത്ത ചരിതങ്ങൾ, അതിനൽപ്പം പറയാൻ അതോടെ എഴുതാൻ വന്നല്ലോ മന്ദാരപ്പൂൾ ചെണ്ടുകളി വെണ്ണില ഉടലിഞ്ഞല്ലോ ചന്ദനക്കാരൻ മുളച്ചുതായോ. അസ്സലാമലൈക്കും അസ്സലാമലൈക്കും വഅലൈക്കും അസ്സലാം വഅലൈക്കും അസ്സലാം. 14-ാം രാവിന്റെ പിറ പോലെ വന്നല്ലോ പനിനീരിൻ കളത്തെ തുടമല്ലോ.
അപ്പം ഈ പ്രോഗ്രാം എല്ലാവരും കണ്ടില്ലേ, എത്രത്തോളം സന്തോഷത്തിലാണ് അവർ. കാരണം ഈ പാട്ട് കേൾക്കുമ്പോഴും ആടി പാടി ഞങ്ങളോടൊപ്പം ആ കൂടുന്ന ആ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ അവർക്ക് കുറവുകളുള്ള ആളുകൾ തന്നെയാണ്. എന്നാൽ അതിനേക്കാളും മറ്റ് കഴിവുകൾ കൂടുതലുള്ള ആളുകളും. ഇവരെ കുറവുകളുള്ള ആളുകളായിട്ട് കാണാൻ പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊരു പ്രോഗ്രാമൊക്കെ ചെയ്ത് അവിടെ നമ്മൾ എന്താ പറയുക, അവരെ ഒന്ന് എൻ്റർടൈൻമെൻറ്റ് ചെയ്തത്. സുഹൃത്തുക്കളെ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ പഠിക്കുന്ന സ്കൂളുകളിലൊക്കെ ഒന്ന് ഇടയ്ക്ക് സന്ദർശിക്കുക. എന്നിട്ട് അവർക്ക് വേണ്ട, അവരെ ഇങ്ങനെ ഈ ഒരു തരത്തിലേക്ക് എൻ്റർടൈൻമെൻ്റ് ആക്കുക. കാരണം ഞാൻ അന്ന് ശരിക്കും സത്യത്തിൽ ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ടീച്ചേഴ്സിനെ ശരിക്കും ഞങ്ങൾ നമിച്ചിട്ടുണ്ട്. അവർക്കൊരു നമസ്കാരം തന്നെ, സല്യൂട്ട് എന്ന് സാധാരണ പറയുന്നത് ശരിക്കും അവർക്കൊരു സല്യൂട്ട് അടിക്കുകയാണ്. കാരണം അവരെ ഒന്ന് ഇരുത്താൻ വേണ്ടിയിട്ട് എന്തോളം കഷ്ടപ്പെടുന്നുണ്ട്. ചിലപ്പം ദേഷ്യം വന്ന് മറ്റു കുട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി. കാരണം പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ആളുകളല്ല അവർ. അവർക്ക് ആ ഒരു ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവർക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ കുട്ടികൾ തമ്മിൽ അങ്ങോട്ട് അടിയായിരിക്കും. കുട്ടികൾ എന്ന് പറയുന്നത് ഈ എന്താ പറയുക, 50%, 40%, 70% ബുദ്ധിവളർച്ച ഉള്ള ആളുകളാണ് കേട്ടോ. അവർക്ക് വയസ്സെന്ന് പറയുന്നത് എന്താ പറയുക, 30, 40, 20 വയസ്സുണ്ടാവും. ആ വയസ്സിലുള്ള ആളുകൾക്കാണ് ബുദ്ധി വളർച്ച ഇങ്ങനെ കുറഞ്ഞതായിട്ട് ഉള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള എന്താ പറയുക ആളുകളെ പഠിപ്പിക്കുക, കൺട്രോൾ ചെയ്യുക. വീട്ടിലാണെങ്കിൽ അച്ഛനമ്മമാരാണെങ്കിൽ പോലും, അല്ലെങ്കിൽ സ്കൂളുകളിൽ ഇങ്ങനെയുള്ള സ്കൂളുകളിൽ ടീച്ചേഴ്സുകളൊക്കെ ആണെങ്കിൽ പോലും
ഇവരൊക്കെ എടുക്കുന്ന ഒരു ബുദ്ധിമുട്ട്, ഇവരെ ഒരു എന്താ പറയുക, ഇങ്ങനെ പഠിപ്പിച്ച് എടുക്കാൻ വേണ്ടി അവരെടുക്കുന്ന ഒരു കഠിന പ്രയത്നം ഉണ്ടല്ലോ, ആ പ്രയത്നത്തിന് നമ്മൾ എത്ര സല്യൂട്ട് അടിച്ചാലും മതിയാവില്ല. അപ്പോൾ ഇത്തരം ടീച്ചേഴ്സിനെ ഈ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. ഇത്തരം സ്കൂളുകൾക്ക് ഈ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. നിങ്ങളൊക്കെ ചെയ്യുന്ന സമൂഹത്തിനോടുള്ള പ്രതിബദ്ധത അത് എടുത്തു പറഞ്ഞാൽ തീരാത്തതാണ്. അപ്പോൾ പിന്നെ ഈ ഒരു വീഡിയോയിലുള്ള കുട്ടികൾ എത്രത്തോളം ഹാപ്പിയാണെന്ന് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. അപ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ സന്ദർശിച്ച് അവരെ ഹാപ്പിയാക്കാൻ ശ്രമിക്കുന്നതിലൂടെ നമുക്കും ഒരുപാട് പാഠങ്ങൾ ലഭിക്കും. ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതുപോലെയുള്ള കുട്ടികളെ എന്താ പറയുക, നമ്മുടെ കുട്ടികളെ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ കൊണ്ടുപോയി കാണിക്കുക, അവർക്കുണ്ടാകുന്ന ഒരു എന്താ പറയുക കാര്യങ്ങളൊക്കെ ഇതാക്കുക. ഇവരൊരു ഒറ്റപ്പെട്ട ആളുകളായിട്ട് മാറ്റി നിർത്താതെ കൂടെ നിർത്താൻ നമ്മൾ ശ്രമിക്കുക. ഇവരെ മാത്രമല്ല, മാനസിക രോഗമുള്ള ആളുകളും അതുപോലെ എന്താ പറയുക മാരകമായ രോഗമുള്ള ആളുകളെയൊക്കെ നമ്മൾ മാറ്റി നിർത്തലുണ്ട്. പകർച്ചവ്യാധികളുള്ള ആളുകളെയൊക്കെ മാറ്റി നിർത്തും. പക്ഷേ എങ്കിൽ പോലും നമുക്കൊരു ചെറിയ അകലമുണ്ടെങ്കിൽ ഉണ്ടാവണമെങ്കിൽ പോലും പക്ഷെ അടുത്തിരിക്കണം നമ്മൾ. അപ്പോൾ അതാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. ഇനി മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. എന്നെ സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോസൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞങ്ങൾ ഓരോ പ്രോഗ്രാം ചെയ്യുന്നതും ആയിട്ട് അത് ഇതുപോലുള്ള വീഡിയോസായിട്ട് വരും. അപ്പോൾ നിങ്ങൾ ഞങ്ങളെ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുക. എന്നിലൂടെ ഒരുപാട് പേർക്ക് അവസരം ലഭിക്കും. കാരണം ഇപ്പം എൻ്റെ കൂടെയുള്ള ആളുകൾ വയനാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളാണ്. ഞങ്ങളൊന്നും ഒരേ ഒരു സ്ഥലത്തുള്ള ആളുകൾ പോലും അല്ല സത്യത്തിൽ. അതായത് മുക്കിലും മൂല എന്ന് പറയും, മുക്കിലും മൂലയിൽ നിന്നുള്ള ആളുകളാണ് എൻ്റെ കൂടെയുള്ളത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ കലാകാരന്മാരെ കണ്ടെത്തിയിട്ട് സപ്പോർട്ട് ചെയ്യുക എന്നൊരു ഉദ്ദേശമാണ് ഇതിനുള്ളത്. അപ്പോൾ എല്ലാവരും ഞങ്ങളെ പ്രോഗ്രാം കാണുക, കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക, കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കാൻ ഞങ്ങളുടെ കൂടെ ഉണ്ടാവുക. നിങ്ങളൊരു കലാകാരനാണെങ്കിൽ ഞങ്ങളുടെ കൂടെ പരിപാടിയിൽ പ്രോഗ്രാം അവതരിപ്പിക്കാനും പരമാവധി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. എല്ലാവർക്കും ഗുഡ് ബൈ. ഒരിക്കൽ കൂടി വീണ്ടും കാണാം.